ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ അഡീഷൻ ആണ്. ഈ പോളിനോമിയൽ അഡീഷൻ പറയുന്നത് നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ച സെയിം സംഭവം തന്നെയാണ്, മാത്സിലൊക്കെ പഠിച്ച സെയിം സംഭവമാണ്. ബട്ട് നമ്മളിവിടെ അതെങ്ങനെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൽഗോരിതം ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമുക്ക് അതെങ്ങനെ അതിൻ്റെ പോളിനോമിയൽ അഡീഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. പോളിനോമിയൽ അഡീഷൻ്റെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻറ്റ്, അതായത് രണ്ട് പോളിനോമിയൽ കിട്ടിയ അതിലേതാ ഹയസ്റ്റ് എക്സ്പോണൻറ്റ്, അതിന് വേറെ അതേപോലെ സെയിം എക്സ്പോണൻറ്റ് രണ്ടിലും, അതായത് നെക്സ്റ്റ് പോളിനോമിയൽ ഇല്ലെങ്കിൽ നമ്മൾ അതായത് ഇവിടെ കാണുന്നില്ല, നമുക്ക് 4x³ പറയുമ്പോൾ സെക്കൻഡ് പോളിനോമിയൽ ആണ്, ഫസ്റ്റ് പോളിനോമിയൽ 4x³, അതായത് ക്യൂബിൻ്റെ എക്സ്പോണൻറ്റ് കോഎഫിഷ്യൻ്റ് അങ്ങനെയൊന്നുമില്ല. സോ നമ്മൾ റിസൾട്ടൻറ്റിൽ 4x³. ബട്ട് 3x² 2x² രണ്ടിനും സെയിം എക്സ്പോണൻ്റ് ആയതുകൊണ്ട് നമ്മൾ അത് രണ്ടും ആഡ് ചെയ്ത്, അതേപോലെ 2x⁻1 സെക്കൻഡ് പോളിനോമിയൽ 1ന് വേറെ കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്, പിന്നെ 5x² സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേം കിട്ടും. ബട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമ്മൾ നോക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പോളിനോമിയൽ അഡീഷൻ യൂസ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഇവിടെ ഈ ഡയഗ്രാം കാണുന്നില്ലേ, ഇതേപോലെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതായത് ഹെഡ് 1ൽ ഫസ്റ്റ് പോളിനോമിയലും ഹെഡ് 2ൽ സെക്കൻഡ് പോളിനോമിയലും ഹെഡ് 3ൽ അതിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഹെഡ് 1ൽ ആ ഒരു പോളിനോമിയൽസ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയണം. അതിന് നമ്മൾക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് ഇൻസേർട്ട് ചെയ്യാൻ. ഇൻസേർട്ട് ഫസ്റ്റ്, ഇൻസേർട്ട് ലാസ്റ്റ്, ഇൻസേർട്ട് അറ്റ് എനി പൊസിഷൻ, അതായത് ബിഫോറോ ആഫ്റ്ററോ. ബട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസേർട്ട് ലാസ്റ്റ് ആണ്. നോർമലി നമ്മൾ ഇൻസേർട്ട് ലാസ്റ്റിൽ യൂസ് ചെയ്യുന്നത് ഒരു ഹെഡും ഒരു വാല്യൂവും. ബട്ട് ഇവിടെ നമുക്ക് രണ്ട് ഇതുണ്ട്, അതായത് ഒരു കോഎഫിഷ്യൻറ്റ് പാർട്ടുണ്ട്, ഒരു എക്സ്പോണൻറ്റ് പാർട്ടുണ്ട്. സോ നമ്മൾ രണ്ട് ഡേറ്റ പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ സെയിം, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെയിം പ്രൊസീജിയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ഹെഡ്, അതായത് ഹെഡ് 1 ആവാം. ഏത് പോളിനോമിയൽ ഇൻസേർട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഹെഡ് 1 ആയോ ഹെഡ് 1, ഹെഡ് 2 ആണെങ്കിൽ ഹെഡ് 2, ഹെഡ് 3 ആണെങ്കിൽ ഹെഡ് 3. അപ്പോൾ നമുക്ക് നോക്കാം. ഹെഡ് വാല്യൂ 1 വാല്യൂ 2 നമ്മൾ ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് പാസ് ചെയ്ത്, പിന്നെ ന്യൂ നോഡ് ഈക്വൽ ടു ക്രിയേറ്റ് ഓൺ, അതായത് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ന്യൂ നോഡ് ഓഫ് ഡേറ്റ 1 പറയുമ്പോൾ കോഎഫിഷ്യൻറ്റ്, അതായത് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് നമ്മൾ ന്യൂ നോഡിൻ്റെ ഡേറ്റ 1ലേക്ക് സ്റ്റോർ ചെയ്ത്, അതേപോലെ ഡേറ്റ 2ലേക്ക് എക്സ്പോണൻറ്റ് സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഹെഡിൽ വാല്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഹെഡ് നള്ളായിരിക്കും. സോ ഇഫ് ഹെഡ് ഈക്വൽ ടു നൾ, അപ്പം ഹെഡിൽ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും, ന്യൂ നോഡിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാക്കും. ഇപ്പം ഫസ്റ്റ് നോഡല്ല, ഒരു സെക്കൻഡോ തേർഡോ എക്സെട്ര അങ്ങനത്തെ ഒരു നോഡാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഹെഡിന് നള്ളായിരിക്കില്ലല്ലോ. അപ്പം ഹെഡ് നല്ലാത്തതുകൊണ്ട് നമ്മുടെ എൽസ് പാർട്ടിലേക്ക് പോകും. അപ്പോൾ എൽസിൽ പറയുന്നത് കറണ്ട് ഈക്വൽ ടു ഹെഡിൻ്റെ വാല്യൂ, ഹെഡിൻ്റെ അഡ്രസ്സ് അത് നമ്മൾ കറണ്ടിലേക്ക് സ്റ്റോർ ചെയ്യും. ബൈ കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ പറയുമ്പോൾ ഹെഡ് നോട്ട് ഈക്വൽ ടു നൾ, ഹെഡ് നള്ളല്ലോ. സോ കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് ഈക്വൽ ടു കറണ്ട് ഓഫ് ലിങ്ക്, അതായത് കറണ്ട് ലിങ്ക് നൾ ആവുന്നില്ല അതുവരെ നമുക്ക് പോകണം. അതാണ് കറണ്ട് ഈക്വൽ ടു കറണ്ട് ഓഫ് ലിങ്ക്. കറണ്ട് എപ്പോൾ നള്ളാവുന്നത് അതായത് ഇപ്പം ഒരു 3 നോഡ്സ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് പാർട്ട് നള്ളാവുമ്പോഴാണ് നമ്മൾ അത് ലാസ്റ്റ് നോഡാണ് നമുക്ക് മനസ്സിലാവും. ആ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് നോഡാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാവുമ്പോൾ കറണ്ട് ഓഫ് ലിങ്ക് ന്യൂ നോഡ് സ്റ്റോർ ചെയ്യും, ന്യൂ നോഡ് ഓഫ് ലിങ്ക് നള്ളാക്കും. അതായത് ഇപ്പം കറണ്ട് ഓഫ് ലിങ്ക് നള്ളാണ് വിചാരിക്കുക, അതായത് നമ്മൾ ഏറ്റവും എൻഡ് ആ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും എൻഡിലെത്തി. അപ്പോൾ അവിടെ ആ ലിങ്കിലാണ്, അതായത് ആ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്കിലേക്കാണ് നമ്മൾ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് അഡ്രസ്സ് നള്ളാക്കുന്നത്. അങ്ങനെയാണ് ഇൻസേർട്ട് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് പോയി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതാണ് ഇൻസേർട്ട് ലാസ്റ്റ്. അതേപോലെ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിൽ നമ്മൾ പോളിനോമിയൽ 1ഉം പോളിനോമിയൽ 2, അതായത് പോളിനോമിയൽ 1ലേക്ക് 3x² + 2^1ഉം പോളിനോമിയൽ 2 4x³ + 2x² + 5^0, അത് പോളിനോമിയൽ 3. അതിൻ്റെ രണ്ട് റിസൾട്ടാണ് 4x³ + 5^2 + 2^1 + 5^0. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് പോളിനോമിയൽ അഡീഷൻ ചെയ്യുന്നത്, അതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. അപ്പോൾ പോളിനോമിയൽ അഡീഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോനെ ഫസ്റ്റ് പറഞ്ഞിനി എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് സെയിം എക്സ്പോണൻറ്റ് വരുമ്പോൾ ആഡ് ചെയ്യും, ഗ്രേറ്റർ വരുമ്പോൾ ഫസ്റ്റ് അതായത് സെയിം
എക്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് വരും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മറക്കാൻ പാടില്ല. അതില്ലെങ്കിൽ നമുക്ക് ഈ അൽഗോരിതം നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. സോ അത് എല്ലാവരും മൈൻഡിൽ വെക്കണം. സോ നമുക്ക് പോളിനോമിയൽ അഡീഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ ആഡ് പോളിനോമിയൽ, അതാണ് അതിലേക്കാണ് നമ്മൾ ഹെഡ് 1ഉം ഹെഡ് 2. ഹെഡ് 1 പറയുമ്പോൾ ഇവിടെ ഹെഡ് 1 പറയുമ്പോൾ ഇതാണ് ഹെഡ് 1. ഇതാണ് നമ്മൾ നേരത്തെ ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പോളിനോമിയൽ 1 ഹെഡ് 1ലേക്ക് സ്റ്റോർ ചെയ്ത്, ഇൻസേർട്ട് ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെഡ് 1ലേക്ക് സ്റ്റോർ ചെയ്ത ലിങ്ക് ലിസ്റ്റ് ആണ് ഇത്. ഇത് ഹെഡ് 2, അതായത് പോളിനോമിയൽ 2 ലിങ്ക് ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്തത്. ലിങ്ക് ലിസ്റ്റിൽ എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഡയഗ്രാം ആണിത്. അപ്പം നമ്മൾ പോളിനോമിയൽ അഡീഷനിലേക്ക് പാസ് ചെയ്തത് ഈ ഹെഡ് 1ഉം ഈ ഹെഡ് 2 ആണ് നമ്മൾ പാസ് ചെയ്തത്. എന്നിട്ട് നമുക്ക് വേണ്ടത് ഈ ഹെഡ് 3. ഇത് ഈ ഒരു റിസൾട്ടൻ എങ്ങനെയാണ് കിട്ടാന്ന് നമ്മളിനി ആ അൽഗോരിതം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഹെഡ് 1ഉം ഹെഡ് 2 നമ്മൾ ആഡ് പോളിനോമിയലിലേക്ക് പാസ് ചെയ്ത്, അപ്പോൾ കറണ്ട് 1 ഈക്വൽ ടു ഹെഡ് 1. ഹെഡ് 1ൻ്റെ വാല്യൂ നമ്മൾ കറണ്ട് 1ലേക്കും ഹെഡ് 2ൻ്റെ വാല്യൂ കറണ്ട് 2ലേക്കും സ്റ്റോർ ചെയ്ത്. അപ്പം ഹെഡ് 3, അതായത് നമുക്ക് ഇപ്പോൾ റിസൾട്ടൻ്റ് സ്റ്റോർ ചെയ്യേണ്ടത് ഹെഡ് 3ലേക്കാണ്. ഹെഡ് 3ൽ ഇപ്പം നള്ളാക്കി നമ്മൾ വെക്കുന്നു. പിന്നെ വൈൽ കറണ്ട് 1 നോട്ട് ഈക്വൽ ടു നൾ, അതായത് കറണ്ട് 1 നോട്ട് ഈക്വൽ ടു നൾ അല്ലല്ലോ, ബിക്കോസ് കറണ്ട് 1ൽ ഹെഡ് 1 നമ്മൾ സ്റ്റോർ ചെയ്ത്, ഹെഡ് 1ൽ നമുക്കൊരു ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, സോ അത് നള്ളല്ല. ആൻഡ് കറണ്ട് 2 നോട്ട് ഈക്വൽ ടു നൾ, അതും നള്ളല്ല, ബിക്കോസ് നമുക്ക് അതിലും ഹെഡ് 2 സ്റ്റോർ ചെയ്ത്, സോ ഹെഡ് 2ലും ഒരു ലിങ്കഡ് ലിസ്റ്റ് ഉണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഇഫ് കറണ്ട് 1 ഓഫ് ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ കറണ്ട് 2 ഓഫ് ഡിഗ്രി, മീൻസ് ഇവിടെ കറണ്ട് 1 ഓഫ് ഡിഗ്രി പറയുമ്പോൾ കറണ്ട് 1ൻ്റെ ഡിഗ്രി 2, കറണ്ട് 2ൻ്റെ ഡിഗ്രി 3യും, അതായത് 2 ഇസ് ഗ്രേറ്റർ ദാൻ 3, ഇത് ഫോൾസ് അല്ലേ? സോ ആ ഒരു ഇത് നമുക്ക്, അതായത് ആ ഇഫ് കണ്ടീഷൻ നമ്മൾ ബ്രേക്ക് ആവും, നമുക്ക് അതിൻ്റെ ആ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. ഇഫ് കറണ്ട് 1 ഓഫ് ഡിഗ്രി ഇസ് ലെസ് ദാൻ കറണ്ട് 2 ഓഫ് ഡിഗ്രി, കറണ്ട് 1 ഓഫ് ഡിഗ്രി പറയുമ്പോൾ 2 ഇസ് ലെസ് ദാൻ കറണ്ട് 2 ഓഫ് ഡിഗ്രി, അതായത് 3, അത് കറക്റ്റ് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ ഇൻസേർട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ പോളിനോമിയൽ ആഡ് ചെയ്യുമ്പോൾ നോക്കിയതാണ്. ഇൻസേർട്ട് ലാസ്റ്റ് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസും ഹെഡും വാല്യൂ 1 വാല്യൂ 2 അഥവാ ഡേറ്റ 1 ഡേറ്റ 2. അപ്പം ഇവിടെ ഹെഡ് 3ലേക്കാണല്ലോ നമ്മൾ റിസൾട്ടൻ്റ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം ഹെഡ് 3 പാസ് ചെയ്ത് കറണ്ട് 2 ഓഫ് കോഎഫിഷ്യൻ, ഇവിടെ കറണ്ട് 2 ഓഫ് കോഎഫിഷ്യൻ പറയുമ്പോൾ കറണ്ട് 2ൻ്റെ കോഎഫിഷ്യൻ 4ഉം പിന്നെ കറണ്ട് 2 ഓഫ് കോഎഫിഷ്യൻ 4 പാസ് ചെയ്ത് കറണ്ട് 2 ഓഫ് ഡിഗ്രി പറയുമ്പോൾ 3. അപ്പോൾ നമ്മളിവിടെ ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് പാസ് ചെയ്തത് ഹെഡ് 3യും 4ഉം 3 അപ്പം എങ്ങനെ അത് ആ ഒരു ഫസ്റ്റ്, അതായത് അതാണ് നമ്മൾ റിസൾട്ടൻറ്റിൻ്റെ ഫസ്റ്റ് നോഡ്. അതായത് നമുക്കിപ്പം ഹെഡ് 3ൽ 4 3, ഇവിടെ നമ്മൾ ഇത് ഫുള്ള് വെച്ചുകൊണ്ടാണ് ലിങ്കുകൾ, അല്ലെങ്കിൽ അവിടെ നള്ളെന്നായിരിക്കും ഉണ്ടാവുക. അതായത് ഇൻസേർട്ട് ലാസ്റ്റ് ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മളിപ്പം ഹെഡ് 3ലേക്ക്, അതായത് റിസൾട്ടൻ്റ് ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനിയിപ്പം നമ്മൾ കറണ്ട് 2നെ ഇൻക്രിമെൻ്റ് ചെയ്യുക. കറണ്ട് 2 ഈക്വൽ ടു കറണ്ട് 2 ഓഫ് ലിങ്ക്, അതായത് നെക്സ്റ്റ് നോഡിലേക്ക്, കറണ്ട് 2ൻ്റെ നെക്സ്റ്റ് നോഡിലേക്ക് പോയി. ഇനി നമുക്ക് ഈ ഇഫ് കണ്ടീഷൻ പോയി ഇനി അടുത്ത ആദ്യം വൈലിലേക്ക് പോവാം. അപ്പോൾ വൈൽ കറണ്ട് 1 ഓഫ് നൾ, കറണ്ട് 1 നള്ളല്ല. കറണ്ട് 2ലും ഇനിയും നോഡ് ഉണ്ട്, കറണ്ട് 2ഉം നള്ളല്ല. ഇനി അതേ നോക്കാം. ഇഫ് കറണ്ട് 1 ഓഫ് ഡിഗ്രി ഇസ് ഗ്രേറ്റർ ദാൻ കറണ്ട് 2 ഓഫ് ഡിഗ്രി ആണോന്ന് നോക്കാലോ. ഇവിടെ കറണ്ട് 1 ഓഫ് ഡിഗ്രി 2ഉം കറണ്ട് 2 ഓഫ് ഡിഗ്രി 2 ആണ്, രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഇഫ് കണ്ടീഷനും സെക്കൻഡത്തെ ഇഫ് കണ്ടീഷനും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കോഎഫിഷ്യന്റ് ഈക്വൽ ടു കറണ്ട് 1 ഓഫ് കോഎഫിഷ്യൻ. കറണ്ട് 1 ഓഫ് കോഎഫിഷ്യൻ എന്താ? കറണ്ട് 1 ഓഫ് കോഎഫിഷ്യൻ 3 plus current 2 of coefficient. current 2 of coefficient പറയുമ്പോൾ 2, 3 plus 2 ചെയ്തിട്ട് കോഎഫിഷ്യൻറ്റിലേക്ക് സ്റ്റോർ ചെയ്യുക. 3 plus 2 പറയുമ്പോൾ 5. അപ്പം ഇൻസേർട്ട് ലാസ്റ്റ് ഇനി നമുക്ക് കോഎഫിഷ്യന്റ് കിട്ടി. ഇനി നമ്മളത് ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് പോയിട്ട് ഹെഡ് 3ലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പം ഇൻസേർട്ട് ലാസ്റ്റ് ഹെഡ് 3 കോഎഫിഷ്യന്റ് പറയുമ്പോൾ 5, കറണ്ട് 2 ഓഫ് ഡിഗ്രി. ഇവിടെ നമുക്ക് കറണ്ട് 2 ഓഫ് ഡിഗ്രിയും കൊടുക്കാം, കറണ്ട് 1 ഓഫ് ഡിഗ്രിയും കൊടുക്കാം, ബിക്കോസ് സെയിം ആണ്.
നമ്മളിവിടെ കറണ്ട് 2 ഓഫ് ഡിഗ്രി പാസ് ചെയ്ത്. അപ്പോൾ ഇൻസേർട്ട് ലാസ്റ്റിൽ ഹെഡ് 3 5 2 പാസ് ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ക്ലാസ് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം പ്രൊസീജിയർ വെച്ചിട്ട് അത് ചെയ്യാം. ഇവിടെ നമ്മൾ ഹെഡ് 1ഉം അതായത് കറണ്ട് 1ഉം യൂസ് ചെയ്ത് കറണ്ട് 2ൻ്റെയും ഡിഗ്രി യൂസ് ചെയ്ത്. അപ്പം നമ്മൾ അതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഒന്നിൽ തന്നെ നിൽക്കാൻ പാടില്ല, നെക്സ്റ്റ് ടേമിലേക്ക് പോകണമല്ലോ. അപ്പം കറണ്ട് 2നെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. കറണ്ട് 2 ഈക്വൽ ടു കറണ്ട് 2 ഓഫ് ലിങ്ക്, കറണ്ട് 1 ഈക്വൽ ടു കറണ്ട് 1 ഓഫ് ലിങ്ക്. അതായത് രണ്ടും നമ്മൾ നെക്സ്റ്റ് നോഡിലേക്ക് പാസ് ചെയ്ത്. ഇനി നമ്മൾ ആദ്യം വൈൽ ലൂപ്പ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വൈൽ ലൂപ്പിലേക്ക് രണ്ടും, അതായത് കറണ്ട് 1ലും കറണ്ട് 1 നള്ളല്ല, കറണ്ട് 2 നള്ളല്ല. സോ അടുത്ത ഇഫ് കണ്ടീഷനിൽ എന്താ, കറണ്ട് 1 ഓഫ് ഡിഗ്രി. ഇപ്പം കറണ്ട് 1 ഓഫ് ഡിഗ്രി പറയുമ്പം 1, കറണ്ട് 1 ഓഫ് ഡിഗ്രി ഇതാ 1, കറണ്ട് 2 ഓഫ് ഡിഗ്രി, അതായത് നമ്മൾ ഈ രണ്ടും ചെയ്തു, കറണ്ട് 2 ഇവിടെ എത്തി. അപ്പോൾ കറണ്ട് 2 ഓഫ് ഡിഗ്രി 0. അപ്പോൾ കറണ്ട് 1 ഓഫ് ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് 2 ഓഫ് ഡിഗ്രി, ട്രൂ ആണ്. ഒന്നാണ് 1 ഗ്രേറ്റർ ദാൻ 0, അത് ട്രൂ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസേർട്ട് ലാസ്റ്റ് ചെയ്യാം. ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് നമ്മളിവിടെ ഹെഡ് 3 പാസ് ചെയ്ത് കറണ്ട് 1 ഓഫ് കോഎഫിഷ്യൻ പറയുമ്പോൾ 2ഉം കറണ്ട് 1 ഓഫ് ഡിഗ്രി 1, അത് ഇൻസേർട്ട് ലാസ്റ്റ് സെയിം പ്രൊസീജിയർ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഇത്രയും വന്ന്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്തു, പിന്നെ ഇപ്പം കോഎഫിഷ്യൻ, അതായത് രണ്ട് കോഎഫിഷ്യൻ സെയിം ആയിട്ട്, അതായത് ഇതും സെയിം ആയതുകൊണ്ട് ഇത് ചെയ്ത്, ഇത് കോഎഫിഷ്യൻ അതായത് സെയിം കോഎഫിഷ്യൻ ഇല്ലാണ്ട് അത് ഇവിടെ ഇട്ട്, ഇത് രണ്ടും സെയിം കോഎഫിഷ്യൻ ആയതുകൊണ്ട് അത് പ്ലസ് ചെയ്ത്, ഇനി ഇത് 2 ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിത് ഫുൾ ചെയ്തുകൊണ്ടാണ്. ബട്ട് ഇവിടെ ഇപ്പം ചെയ്യുമ്പോൾ നള്ളാണ് വരിക. അപ്പോൾ ഹെഡ് 3ലേക്ക് നമ്മളത് ആ ഒരു ടേം ഇൻസേർട്ട് ചെയ്ത് ഇനി കറണ്ട് 1 ഇൻക്രിമെൻറ്റ് ചെയ്യാം. കറണ്ട് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിയിപ്പം കറണ്ട് 1 ഈക്വൽ ടു കറണ്ട് 1 ഓഫ് ലിങ്ക്, കറണ്ട് ഇപ്പോൾ ഇവിടെയാണല്ലേ, ഇനി കറണ്ട് ഓഫ് ലിങ്ക് പറയുമ്പോൾ നൾ. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പം ആദ്യം ഈ ഒരു ഇഫ് കഴിഞ്ഞു, ഇനി ആദ്യം വൈൽ കണ്ടീഷൻ നോക്കും. കറണ്ട് 1 നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് 1 നള്ളാണ്. ആൻഡ് ഓപ്പറേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ ആ വൈൽ ലൂപ്പ് തന്നെ നമുക്ക് ബ്രേക്ക് ആവും. അപ്പോൾ നെക്സ്റ്റ് എന്താ പ്രൊസീജിയർ എന്ന് നോക്കാം. ബട്ട് നമുക്ക് നോക്കണം, ബിക്കോസ് നമുക്കിവിടെ പോളിനോമിയൽ സെക്കൻഡിൽ ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, ഈ ഒരു ടേം യൂസ് ചെയ്യേണ്ട ഒരു ഇതും വന്നിട്ടില്ല. സോ കറണ്ട് ഇപ്പോൾ ഇവിടെയാണല്ലേ, നള്ളെത്തിയിട്ടില്ല. കറണ്ട് 2ൽ ഇനിയും വാല്യൂ ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഈ വൈൽ ലൂപ്പ് ബ്രേക്ക് ആയിട്ട് നമുക്ക് ഇതൊക്കെ എൻഡ് വൈൽ. അപ്പോൾ എൻഡ് വൈൽ ഇനി എന്താ ചെയ്യാം, കറണ്ട് 1 നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് 1 നള്ളാണ്. സോ അതും ആ ഒരു വൈൽ ലൂപ്പ് നമുക്ക് റൺ ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് അത് ബ്രേക്ക് ആവും. കറണ്ട് 1 നള്ളാണ്. കറണ്ട് 2 നോട്ട് ഈക്വൽ ടു നൾ, യെസ് കറണ്ട് 2 നള്ളല്ല. അപ്പം ഇൻസേർട്ട് ലാസ്റ്റ് ഹെഡ് 3യും കറണ്ട് 2 ഓഫ് കോഎഫിഷ്യൻ പറയുമ്പോൾ 5, കറണ്ട് 2 ഓഫ് ഡിഗ്രി പറയുമ്പോൾ 0. അപ്പോൾ ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് നമ്മൾ ഹെഡ് 3 കറണ്ട് 2 പറയുമ്പോൾ, അതായത് ഹെഡ് 3 5 0 നമ്മൾ ഇൻസേർട്ട് ലാസ്റ്റിലേക്ക് പോയി ആ ഇൻസേർട്ട് ലാസ്റ്റിൻ്റെ ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഹെഡ് 3ലേക്ക് ആ ഒരു 5ഉം 0 ഉള്ള ആ ഒരു നോഡ് നമുക്ക് ഹെഡ് 3ലേക്ക് കിട്ടും. ഇനി കറണ്ട് 2 ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്യുക. കറണ്ട് 2 ഈക്വൽ ടു കറണ്ട് 2 ഓഫ് ലിങ്ക്, കറണ്ട് 2 ഓഫ് ലിങ്ക് പറയുമ്പോൾ കറണ്ട് 2 ഓഫ് ലിങ്ക്, കറണ്ട് 2ൻ്റെ ലിങ്ക്, അതായത് ഇവിടെയാണ് ഇപ്പം കറണ്ട് അല്ല, കറണ്ട് 2 ഓഫ് ലിങ്ക് പറയുമ്പോൾ നൾ, അത് കറണ്ടിൻ്റെ ലിങ്ക് നള്ളാണ്. സോ കറണ്ട് 2 ഓഫ് ലിങ്ക് നള്ളാണ്. വൈൽ കറണ്ട് 2, അതായത് നമ്മൾ ആദ്യം വൈൽ ചെക്ക് ചെയ്യും. കറണ്ട് 2 ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു നൾ, കറണ്ട് 2 നള്ളാണ്. സോ എൻഡ് വൈൽ, എൻഡ് പോളിനോമിയൽ. അങ്ങനെ നമ്മൾ ഈ പോളിനോമിയൽ ഫിനിഷായി, ബിക്കോസ് നമ്മളിപ്പോൾ എല്ലാം യൂസ് ചെയ്തല്ലോ. കറണ്ട് 1ൽ നമ്മൾ ഈ ഒരു പാർട്ടില്ലേ യൂസ് ചെയ്യുന്നത്, ഈ ഒരു പാർട്ടില്ലേ യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, ഈ ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പം ഒരു നമുക്ക് എല്ലാ, അതായത് ഫസ്റ്റ് പോളിനോമിയലും സെക്കൻഡ് പോളിനോമിയലും സെയിം നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവണം എന്നൊരു ഇതില്ലല്ലോ. അപ്പോൾ അതായത് ഇവിടെ തന്നെ നമുക്കിപ്പം ഫസ്റ്റ് പോളിനോമിയൽ 2ഉം സെക്കൻഡ് പോളിനോമിയൽ 3 ടേംസ് ആണല്ലോ. സോ ഈക്വൽ അല്ല. അപ്പം നമുക്ക് ആൻഡ് ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ടേം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഫോൾസ് ആവും. അപ്പോൾ റിമൈനിങ് വരുന്ന പോളിനോമിയൽ ഇൻസേർട്ട് ചെയ്യണമല്ലോ. ആ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു
അതായത് ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു സെയിം ടേം ഉള്ള ഇപ്പോൾ 2 ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ 2 ആണെങ്കിൽ സെക്കൻഡ് പോളിനോമിയൽ സെക്കൻഡ് ടേം വരെ നമുക്കത് പോകും. അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചെയ്യാണ്ടിരിക്കാൻ, അതായത് ബാക്കിയുള്ള ടേംസ് കൂടി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത്. അപ്പം n പോളിനോമിയൽ. അപ്പം നമുക്കിപ്പോൾ പോളിനോമിയൽ എന്തെല്ലാം വന്നിട്ടുണ്ട് നോക്കാം. ഓക്കെ, ഇതാ ഹെഡ് 3യിൽ 4 3, അതായത് ഫസ്റ്റ് ഇതാ ഈ ഒരു 4 3 അതാണ് ഫസ്റ്റ് അതായത് ആ എക്സ്പോണൻ്റ് ആണ് ഹയസ്റ്റ് എക്സ്പോണൻറ്റ്. സോ 4 3 വന്ന് 5 2 പറയുമ്പോൾ 2 ഈക്വൽ. സോ 3 + 2, അതായത് രണ്ട് എക്സ്പോണൻറ്റ് സെയിം. 3 + 2 ചെയ്യുമ്പോൾ 5 വന്നു. ഇനി 2ഉം 1ഉം നോക്കും. 2ഉം 1ഉം നോക്കുമ്പോൾ 1 ഗ്രേറ്റർ, അതുകൊണ്ട് ഇവിടെ 2 1 ഇട്ട്. ഇനി വരുന്നത് 5ഉം 0, 5 0. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ഇതിൽ സെക്കൻഡ് ടേം, ഇവിടെ തേർഡ് ടേം ഉണ്ട്. അതോ മറ്റേ നമ്മൾ ആ വൈൽ കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണ്ടല്ലോ ഇനിയും ടേംസ് ബാക്കിയുണ്ടോ, അങ്ങനെ അതായതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 5 0 വന്ന ഒരു ടേം ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അത്രേ ഉള്ളൂ. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്, അതായത് രണ്ട് എക്സ്പോണൻറ്റ് സെയിം, അതായത് രണ്ട് എക്സ്പോണൻറ്റിൻ്റെ രണ്ട് എക്സ്പോണൻറ്റ് സെയിം വരുന്നത്. അതായത് ഇവിടെ 2ഉം 2ഉം വന്നില്ലേ, അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യണം. അല്ലാതെ അതായത് ഇപ്പോൾ ഗ്രേറ്റർ ആകുമ്പോൾ ഏതിലാണ് ഗ്രേറ്റർ, കറണ്ട് 1 ഓഫ് exponent is greater than current 2 of exponent ആകുമ്പോൾ current 1 greater. അപ്പോൾ നമ്മൾ അത് ഹെഡ് 3ലേക്ക് പാസ് ചെയ്യും. പിന്നെ ലെസ് ആണെങ്കിൽ അങ്ങനെ പാസ് ചെയ്യും. അത് നമ്മൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും മറക്കാൻ പാടാത്തത് ആ ഒരു വൈ നോക്കണ്ട. ആൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ, കറണ്ട് 1 നോട്ട് ഈക്വൽ ടു നൾ ആൻഡ് കറണ്ട് 2 നോട്ട് ഈക്വൽ ടു നൾ. ആ ഒരു എക്സ്പ്രഷനും ആ എക്സ്പ്രഷൻ എൻഡായിട്ട് അഥവാ ഇനി ബാക്കി ടേംസ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു വയൽ, രണ്ട് വയലുണ്ടല്ലോ, ആ രണ്ട് വയലും നമ്മൾ മെയിനായിട്ട് നോക്കണം. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് നമ്മളെ ഈ റിസൾട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സോ താങ്ക് യു.